പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ബൈബിളിലെ നമുക്കറിയാം ഈ ഉടമ്പടി അതിൻ്റെ ഡിമാൻഡ്സ്, അത് ആവശ്യപ്പെടുന്ന അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട്, ഇപ്പോൾ ഈ മനുഷ്യൻ കണ്ട ആ മനുഷ്യൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കോൺഫിഡൻസായി. എന്താണ്? എനിക്ക് കഴിവില്ല, ഞാനത് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 പ്രാവശ്യം തോറ്റ് പരാജയപ്പെട്ടില്ലേ. അപ്പോൾ ഇനി ദൈവമാണ് ഇടപെട്ടിട്ട് എന്നെ ജയിപ്പിക്കേണ്ടത്. അത് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞു, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ ഫുൾ പെർസെൻ്റ് അത് നീ മാത്രമായിരിക്കും അതിൻ്റെ ഉടമയും അവകാശിയും. അപ്പോൾ ഒറ്റ എഴുത്ത് ആ മനുഷ്യൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിയുടെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്തേ. അതായത് ബൈബിൾ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. നമ്മൾ ബൈബിൾ ഇന്നത്തെ ബ്രീവറിയിലുള്ളതാണ്. അച്ഛന്മാരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. അപ്പോൾ രാത്രി ഞാൻ വായിച്ചപ്പോൾ വെളുപ്പിനെയാണ് ഞാൻ ബ്രീവറി വായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതാണ് 2 തിമോത്തി 2:13. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവം എപ്പോഴായാലും വിശ്വസ്തനായിരിക്കും. പറ. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അതാണ് ഇതിൻ്റെ വിജയം. ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ദൈവം സത്യമാണല്ലോ. അപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ദൈവം വരും. പക്ഷെ നമ്മൾക്കത് മനസ്സിലാകണം. അതാണ് വിഷയം. അതാണ് 2 തിമോത്തി 2:13 പറയണത്. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ്റെ വാക്കിന് ആ വാക്ക് അവൻ നിവൃത്തിയാക്കും. അപ്പം അതുകൊണ്ട് അത് ആ ലെവലിലേക്ക് ഈ ജെ തോമസ് എന്ന് പറയുന്ന സിയക്കാരൻ വരികയാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പോൾ ഞാനെന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സഹോദരനെ പോലെ ഉടമ്പടി വിഹിതമായി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സുവിശേഷ വിധികളും പ്രേക്ഷിത ദൗത്യങ്ങളും അടുത്ത ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികടെ. ഹല്ലേലൂയ 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 മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ ആരാധനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ ഈ ആഴ്ചത്തെ ടോപ്പ് സാക്ഷ്യങ്ങൾ ഒന്ന് ഓൺലൈൻ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി അത് തുടങ്ങിയ കാലത്ത് ആൾക്കാർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇപ്പോഴാണ് അതിൻ്റെ കൊയ്ത്ത് കാലം എന്ന്. കാര്യം ഓൺലൈൻ ഉടമ്പടി ഒത്തിരിയേറെ എ കാറ്റഗറിയിലുള്ള സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാവരും വിദേശത്തുള്ള മലയാളികളാണ് പറയണത്. കാര്യം അവർക്കെന്താ,
നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ഉടമെടുക്കുന്ന പോലെയുള്ള ബലങ്ങൾ ദൈവം അവർക്ക് കൊടുക്കാൻ തുടങ്ങി. എന്തായാലും അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അവർ വിദേശത്തുള്ള ആൾക്കാർ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ, ഞങ്ങൾക്ക് പള്ളിയില്ല, ഞങ്ങൾക്ക് കുർബാനയില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇത്തിരി തേനും ഇത്തിരി ഉപ്പും അതൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹൃദയം തകർന്നു പോകും അത് കേട്ട് കഴിഞ്ഞാൽ. അത് കറക്റ്റ് കാര്യങ്ങളാണ് അവർ പറയണത്. അപ്പോൾ ഈ ടീന എന്ന് പറഞ്ഞ സഹോദരി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇവർ പഠിച്ചിരിക്കും, ഇവർ മെഡിക്കൽ ഫീൽഡിലെ ആളാണ്. ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്, നിങ്ങൾ കേട്ടിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നീ നോക്കണം കേട്ടോ, സാക്ഷ്യം കേൾക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അവർ ടീന പോണത് ഹസ്ബൻഡിന് അവിടെയാണ് ജോലി. പക്ഷേ ഒരാളുടെ ജോലി കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല, 2 കുഞ്ഞുങ്ങളുണ്ട്. ടീനയ്ക്ക് കൂടി അവിടെ ജോലി കിട്ടണം, പക്ഷേ ഇവർക്ക് പഠിച്ച ജോലി അവിടെ കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഹാർട്ട് ഓപ്പറേഷനാണ് പഠിച്ചിരിക്കേണ്ടത്. ഹാർട്ട് ഓപ്പറേഷനിൽ നേഴ്സിംഗ് ആൻഡ് സൈഡ് ഫ്ലൂയിഡ് ഉണ്ടാകണത് അവിടെ നിന്ന് ഒഴുക്കി കളയണ പരിപാടിയാണ്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് ഹാർട്ടിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അത് ചാനൽ ഔട്ട് ചെയ്ത് കളയണ ജോലിയാണ് ഇങ്ങനെ. അത് ആ ജോലിക്ക് അവിടെ സ്കോപ്പില്ല. അപ്പോൾ അവളെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൾ ചെന്ന് അവിടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യണത് എന്താണ്, ഫുഡ് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലണത്. ഫുഡ് ടെക്നോളജിക്ക് ഇവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. 2 കുഞ്ഞുങ്ങളെ വളർത്തണം, ഭർത്താവുണ്ട്, അവൾക്ക് ജോലിയില്ല, അവൾ വിഷമിക്കും. അപ്പോൾ അപ്പോഴാണ് ഇവിടുന്ന് പോകുമ്പോൾ ഇവളുടെ ആൻറ്റി ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യണത്? ആൻറ്റി 4 കൃപാസനം പത്രം കൊടുത്ത് വിടും. എന്നിട്ട് ആൻറ്റി പറയണൊരു വാക്കുണ്ട്, ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. നിങ്ങളൊന്ന് കൈവിട്ട് പോണവരോട്, അവർ നമ്മുടെ കൺമറഞ്ഞ് പോകേണ്ടവർ, പിന്നെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണില്ല. അപ്പം നമ്മളെന്താ പറയണത്? അമ്മ കൂടെ പോണമേ, ഞങ്ങൾക്ക് ഇനി അവരെ സ്കൈപ്പിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വല്ലതൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയാവുന്നില്ല, അത് ഒന്നും പ്രയോജനമില്ല. അവർ ജീവിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിജീവിക്കണമെങ്കിലും അമ്മ തന്നെ പോകണം. അതിനെ ഇവിടെ ഇരിക്കുന്ന പത്രം കൊടുക്കുക, അത് വിശ്വാസമാണ്. കാര്യം എന്താണ്? ഈ കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നത് എന്താ കാര്യം? ജനങ്ങളെ പത്രം പ്രാർത്ഥനാപൂർവ്വം വായിച്ചിട്ട് അത് പ്രേക്ഷിത പ്രവർത്തനം ഷെയർ ചെയ്യും. അങ്ങനെ സത്യസന്ധമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൻറ്റി പറയും, ഇത് 4 പത്രമാണ്, ഇത് ഞാൻ നിനക്ക് തരണത്, അമ്മ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. പക്ഷെ അവളെന്ത് ചെയ്യുക? കൊടുത്ത ആൾ കറക്റ്റായിരുന്നു. ടീന അതുപോലെ തന്നെ വിശ്വസിക്കും. ടീന അവിടെ ചെന്നിട്ട് സംഭവം ഈ ഫുഡ് ടെക്നോളജിയിലെ അവരുടെ പാഠ്യ വിഷയം എടുത്ത് പഠിക്കും. അയാൾക്ക് അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നെങ്കിലും അവർ പ്രാർത്ഥിച്ചും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമൊക്കെ അവൾ ബേസിക്കായിട്ട് കുമ്പസാരം കുർബാനയും ജപമാല പ്രാർത്ഥനയൊക്കെ ഉള്ള കക്ഷിയാണ്. പക്ഷേ ഇപ്പോഴൊരു വിഷയം വന്നപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് കൈ കിട്ടണത് എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ പേര് അപ്ലോഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇവൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ഇവളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയപ്പോൾ തന്നെ അനോയിൻറ്റിങ് ആയി. ഇതിനകത്ത് വരുന്ന വിഷയം അതാണ്. ഒക്കെ ഫീൽ ചെയ്ത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അമ്മയുടെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്ന സമയത്ത്, രാത്രി വായിക്കുമ്പോൾ സമയത്തൊക്കെ മുറി മുഴുവൻ അഭിഷേകമാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ വന്നതാ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത് ഉടമ്പടിക്ക് മുമ്പ്, 6 മാസം മുമ്പ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഉടമ്പടിയല്ല, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വീണ്ടും നടന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമായി മാറ്റിക്കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിൽ ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആയിക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ട ശ്രുതികണ്ട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓൺലൈൻ ഉടമ്പടി ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ ആളിന് അഭിഷേകമായി. പക്ഷേ ഒരു പ്രശ്നം, അവൾക്ക് തിരി കത്തിച്ചിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ തിരി പച്ചത്തിരി നീലത്തിരി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ കിട്ടിയിരുന്നത് ഒരു സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയാണ്. വെള്ളത്തിരിയുണ്ട്, അതുമേ സ്വർണ്ണ പെയിൻ്റ് അടിച്ച തിരിയാണ്. അലങ്കാര തിരിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല, അതുപോലെ ഒരു തിരിയാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് നീലത്തിരി കത്തിക്കണമെന്നാൽ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് പക്ഷേ അതിന് ബാധകമല്ല. ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടുന്നവർക്ക് നീലത്തിരി കിട്ടത്തില്ല. നമുക്കല്ലേ ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിക്കല്ലേ നീലത്തിരി കിട്ടത്തുള്ളൂ. പക്ഷേ അമ്മ ഇത് നീലത്തിരി അല്ലല്ലോ എന്ന് ഓർത്ത് ഇവൾ സങ്കടപ്പെടും. ഉടനെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളത്തിരി അങ്ങ് നീലത്തിരിയായിട്ട് മാറും. ശ്രുതികട്ടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമ്മ തന്നിരിക്കുന്ന ഓരോ കളർ പോലും അമ്മ ഓൺ ചെയ്യുന്നുണ്ടത്. പച്ചത്തിരി എന്ന് വെച്ചാൽ പച്ചത്തിരി, നീലത്തിരി എന്ന് വെച്ചാൽ നീലത്തിരി, ഇതെല്ലാം ആദ്യ നിമിഷങ്ങളിൽ അമ്മ തന്ന ഓർഡറുകളാണ്. ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കൈമാറി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രകാരം മാത്രമേ ആ സംഭവങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഉടമ്പടി ജീവിക്കുന്നവരാണത് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി ജീവിക്കാൻ ചുമ്മാ തിരികെ കത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിക്കണ പോലെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സങ്കടപ്പെടുന്നത് എന്താണ്, അവർ ഓൺലൈൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നീലത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളത്തിരി, സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയെ തന്നെ അമ്മ, അത് നമുക്ക് കാണാം, അവർക്ക് അവർ പൊക്കിങ്ങനെ ക്യാമറയെ കാണിക്കുന്നുണ്ട് എൻ്റെ സ്വർണ്ണത്തിരി എങ്ങനെയാണ് നീലത്തിരിയായി മാറിയെന്ന്. അത് നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രയൊക്കെ കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. എന്നിട്ട് ഈ കുഞ്ഞ് ചെയ്യണമെന്താ വെച്ചാൽ, അവൾ 2 കൊച്ചുമക്കളെ ഇട്ടുകൊണ്ടാണ് ജോലി പഠിക്കണത്, ഫുഡ് ടെക്നോളജി പഠിക്കണത്. ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് ന്യൂസിലൻഡിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഫാക്ടറികളുള്ളത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണത്തിൽ പോയി അവൾക്ക് ജോലി കിട്ടി. പക്ഷേ ആ ജോലി കൊണ്ട് അവൾക്ക് മേൽക്കയറ്റം ഒന്നും കിട്ടണില്ല. ഒരു മിനിമം ശമ്പളത്തിൽ ജോലി കിട്ടിയ ആളിനെ, അത് മേൽക്കയറ്റമില്ല. ആ മേൽക്കയറ്റമില്ലാതെ വന്നപ്പോൾ അവൾ അവരോട് ചോദിച്ചു, എൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിക്കുക. പറയും, നിങ്ങൾക്ക് വർക്കിൻ്റെ കൺസിസ്റ്റൻസി ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫീച്ചർ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറയും. ഇതിവിടെ ഈ കമ്പനി ഫീച്ചർ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സായിപ്പ് പറയും. ഉടനെ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്പനി ഇൻ്റർവ്യൂവിന് ചെയ്യും. അടുത്ത കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കമ്പനി അവർക്ക് കിട്ടും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 7 ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഇവളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 7 ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഈ കൃപാസനം പത്രം കൊണ്ടുപോയി ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് വെക്കും. എന്താണ് അത്? പത്രമല്ലെന്ന് നമുക്കറിയാം, അമ്മയുടെ സാന്നിധ്യമാണ്. അതാ സംഭവം. 7ാമത്തെ ഇൻ്റർവ്യൂവിൽ അടിച്ച് കുതിച്ച് കയറും. അമ്മ ഇവളെ പൊക്കിയെടുത്ത് ആ കമ്പനിയിൽ ജോലി കൊടുക്കും. ശ്രുതികട ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഓർക്കണം, ആ പുതിയ കമ്പനിയിൽ അവർ പറയണത് അവിടുത്തെ ന്യൂസിലൻഡ് സായിപ്പന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിലേക്കാണ് അമ്മ അവളെ നിയമിക്കണത്. അതുകൊണ്ട് ലോകത്തിൻ്റെ അതെല്ലാം നമ്മളെ വചനം വായിക്കുമ്പോൾ രസമാണ്. അതായത് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ take the word of God, take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യെശയ്യാ 58:14. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. യെശയ്യാ 58:14. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. അത് ഐ വിൽ എന്ന് ചേർത്ത് സവാരി ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം പ്രോമിസാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലെ, നിങ്ങളുടെ സ്കൂളിലെ, കോളേജിലെ നിങ്ങൾക്ക് ജോലിക്കയറ്റം വേണമെന്ന് പറയണത് അഹങ്കാരമൊന്നുമല്ല, അത് പ്രോമിസിലുള്ളതാണ്. അത് നിങ്ങൾക്കറിയണം, അത് പ്രോമിസിലുള്ളതാണ്. അതാണ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ അധികാരങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെയും ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിങ്ങളെ സവാരി ചെയ്യിക്കും, യാത്ര ചെയ്യിക്കുമെന്നാണ്. അത് 58:14 സങ്കീർത്തനം ഇതിൽ യെശയ്യായിലുള്ളതാണ്. അപ്പോൾ ജോലിയുള്ളവരായാലും ശരി, ശാസ്ത്രജ്ഞന്മാരായാലും ശരി, പ്രൊഫസർമാരായാലും ശരി, ഫാക്ടറി ജീവനക്കാരായാലും ശരി, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യണത് അവിടെ ഒരു പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്നതിൽ നിസ്സാരമായ കാര്യമാണ്. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. കാര്യം എന്താണ്? അത് ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നീ അത് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ വചനം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവേ, എന്നെയും നിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷിയാക്കണമേ. എൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ ഇതുപോലെ അൾത്താരെ പറഞ്ഞു 10,000
ലക്ഷങ്ങളും കേൾക്കാൻ ഇടയാക്കണമേ. എന്നെയും സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ. എന്നെയും ദൈവമഹത്വത്തിൻ്റെ സാക്ഷിയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി, വിശ്വാസപ്രമാണം അറിയാൻ പാലാത്തവർ ഈശോയെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം ഉള്ളിടത്തെല്ലാം, ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും വിദൂരത്തിലൂടെ ഓൺലൈനിലുള്ളവരും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അടിപ്പഴ പോലെ വൈദ്യാക്കാതെ പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങുന്ന ദൈവികമായ നിമിഷത്തെ സൗഖ്യത്തെ നിമിഷങ്ങളിലെ അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലുതുകരം, അണിപ്രധാന അത്ഭുതകരം കർത്താവ് മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥന. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പെസ്റ്റുകളിലും കർത്താവ് ഞാടി ഞരമ്പുകളുടെ ശരീരകത്ത് ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയിഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് ഹൃദയ രോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കർത്താവ് പാങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിഡ് ട്യൂബിന് സിസ്റ്റുള്ളവർ, ഫെല്ലോപ്പിഡ് ട്യൂബ് പറഞ്ഞാൽ അടത്ത് മാറ്റി കളഞ്ഞവർ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴകൾ, രക്തസ്രാവ രോഗികൾ ഒക്കെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗം രോഗമുള്ളവർ കൈ പിണച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് വെച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണത്തിൽ പ്രാർത്ഥിക്കേണ്ട. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുക. 38 വർഷമായി ഞാൻ അർപ്പിച്ച വിശുദ്ധ കൃപയുടെ യോഗ്യതയാൽ കർത്താവ് ഈ നാളിത് വരെ കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കരുണ കാണിച്ച ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ ഈ അൾത്താരെ പ്രാർത്ഥിക്കുന്ന, ഈ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും, അതുപോലെ കർത്താവ് ഓൺലൈനെ പ്രാർത്ഥിക്കുന്നവരും, കർത്താവ് അവരെവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ എവിടെ നിന്നാലും കർത്താവ് ഈ ആഴ്ചയിൽ നടക്കുന്ന ഇൻ്റർവ്യൂകൾ, ഈ ആഴ്ച നടത്തുന്ന പരീക്ഷകൾ, ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗ ചികിത്സകൾ, എല്ലാ തരത്തിലും പ്രസവങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻസുകൾ, അതുപോലെ ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ കേസുകൾ, അതുപോലെ ജഡ്ജി നടപടികൾ, അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കേസുകൾ, അത് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വീട് വെക്കാൻ ഇടമില്ലാത്തവർ, പരസ്പരം കലഹിക്കുന്നവർ, കുടുംബകലഹമുള്ളവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവർ,
പോകാൻ പോകുന്നവർ, വിസ പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന്, അതുപോലെ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലെ കർത്താവ് സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവരെ, കർത്താവിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കം കിട്ടാത്തവരെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവ് കാറ്റായി കടലായി കർത്താവ് ഇരമ്പി വരണ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 126 കർത്താവ് 1-6 വരെ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കർത്താവ് നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങയുടെ മക്കളുടെ ചൈതന്യത്തെ ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥത പ്രസാദിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തെ പുനരാഗമിപ്പിക്കുക. ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദിമ സഭയിലെന്നതുപോലെ ആദ്യകാലങ്ങളിലെന്ന പോലെ ജലപ്രപഞ്ചം മേലെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞവരുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരിച്ചോർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മുൾക്കിടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തിരുവിലാലും മുഴുവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുൾക്കത്തിലെ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ്. നിൻ്റെ മുതുകിലെ തിരിച്ചോരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാനുഭവങ്ങളെ ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അടിപ്പിണർ പോലെ വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി കർത്താവെ. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ്, ഭർത്താവിൻ്റെ മദ്യപന ആസക്തി ഓർത്ത്, തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനീരിടുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധ്യതപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 3:15 പറഞ്ഞിരിക്കുന്നവർ കർത്താവ്, കാറ്റില്ല, മഴയില്ല, അരുവിത്തോടങ്ങളെല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ്, ഒരു പ്രതീക്ഷയില്ല എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗ്ഗരോഗങ്ങൾ, രോഗങ്ങൾ, തീരാ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മഹത്വപ്പെടുവാൻ ആരാധനയിലൂടെ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ മുട്ടേ നിൽക്കുക, കൈകൾ കുപ്പുക, ഈശോ തന്നെ നോക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. സമാപന ആശീർവാദം മുട്ട നിൽക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോട് കൂടിയിട്ടാണ്
വിത്ത് ചുമന്നുകൊണ്ട് നിയോഗങ്ങൾ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ, അന്ത്യം വരെയും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ ആവേ